സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ആര് എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ള ഒരു കാലഘട്ടമാണിത്. സ്വത്തും പണവും എന്ത് മോഹിച്ചും സ്വന്തം ചോരയാണോ, സ്വന്തം കുടുംബമാണോ, അല്ലെങ്കിൽ രക്തബന്ധമാണോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെയും പോകും എന്നുള്ള കാലഘട്ടത്തിൽ താമസിക്കുന്ന ഈ സമയത്ത് അച്ചുവിന്റെ വിവാഹം മുടക്കാനായിട്ട് ഇത്രയും നേരം ശ്രമിച്ചത് ഇന്ദ്രനാണ് എന്നാണ് സേതുവും പല്ലവിയും ഒക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ദ്രന് മുന്നേ തന്നെ അച്ചുവിന്റെ വിവാഹം മുടങ്ങണം, അച്ചുവിന്റെ നിഖിലിന്റെ വിവാഹം നടക്കാൻ പാടില്ല, സേതു പുറത്താകണം എന്നൊക്കെ വിചാരിച്ച് മറ്റൊരാള് ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ സത്യം അറിഞ്ഞപ്പോ സത്യം പറഞ്ഞ അച്ചു ആണെങ്കിലും സേതു ആണെങ്കിലും നമ്മുടെ പല്ലവി ആണെങ്കിലും പൊട്ടിക്കരഞ്ഞുപോയി. ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന്. എന്തായാലും പറഞ്ഞു നിൽക്കുന്നതിന് മുന്നേ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആരാണ് അച്ചുവിന്റെ വിവാഹം മുടങ്ങണമെന്ന് ആഗ്രഹിച്ച ആ ഒരു വ്യക്തി, ഇതിന്റെ ഇടയിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത കഥാമുഹൂർത്തങ്ങളിലൂടെയാണ് ഇപ്പോൾ സ്നേഹക്കൂട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സേതുവും പല്ലവിയും അച്ചുവിനെ തേടി നടക്കുമ്പോൾ ഇന്ദ്രൻ അച്ചുവിനെ കണ്ടുപിടിച്ചു. അങ്ങനെ ആ ഒരു ആളെ അച്ചുവിനെ തട്ടിക്കൊണ്ടുപോയ ആളെയൊക്കെ അടിച്ചോട്ടിച്ചു. അതിനുശേഷം അച്ചുവിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ താൻ ഇന്ദ്രനാണ്, അല്ലെങ്കിൽ പല്ലവിയുടെ ഭർത്താവായിരുന്ന ആളാണെന്നൊന്നും അച്ചുവിന് അറിയത്തില്ല. ഞാൻ സേതുവിന്റെ ഫ്രണ്ടാണ്, സേതു എന്നോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അതാണ് അച്ചുവിനെ കണ്ടുപിടിക്കാനായിട്ട് ഇത്ര ധൃതി കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ചു വിശ്വസിച്ചു. ഇത് സേതുവേട്ടന്റെ സുഹൃത്തായിരിക്കും എന്ന് അച്ചുവും വിശ്വസിച്ചു. അങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ചു തരാമോ, ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളാം, എനിക്ക് ഒന്ന് സഹായിക്കാമോ എന്നൊക്കെ ചോദിച്ചു. ആദ്യം അച്ചു പറഞ്ഞത് ഇന്ദ്രൻ കേട്ടോ, അതിനെന്താ ഞാൻ ചെയ്യാമല്ലോ, അങ്ങനെയാണെങ്കിൽ ഓട്ടോയിൽ എന്താ പോകുന്നത്, എൻ്റെ കാർ അടക്കല്ലേ, നമുക്ക് കാറിൽ പോകാം എന്ന് ഇന്ദ്രൻ അച്ചുവിനോട് പറഞ്ഞു. പക്ഷെ വേണോ വേണ്ടയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി ഇയാൾ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ. അപ്പോൾ അച്ചുവിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ സേതുവിനെ വീഡിയോ കോൾ വിളിച്ചു ഇന്ദ്രൻ. വീഡിയോ കോളിൽ ഇന്ദ്രനെ കണ്ടു. മാത്രമല്ല അച്ഛനെയും കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു സന്തോഷം തോന്നി. ഇനി എന്തായാലും അവിടെ അച്ചു ഉണ്ടാകുമല്ലോ. അങ്ങനെ അച്ചുവിനെ തേടി അങ്ങോട്ടേക്ക് പോകുവാണ്. ചെന്ന പാടെ തന്നെ ഇന്ദ്രനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് സേതു ശ്രമിച്ചു. ആ സമയത്താണ് ഇന്ദ്രൻ ആ ഒരു സത്യം പറയുന്നത്. നീ പറയുന്നത് പോലെ എനിക്ക് അച്ചുവിനെ തട്ടിക്കൊണ്ടു പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം നീ തോൽക്കണം, നീ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ട് നിൽക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്ന സമയത്ത് മറ്റൊരാള് അത് ചെയ്തു കഴിഞ്ഞു, അതും നിന്റെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെ അത് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സേതുവിന് അത് വിശ്വാസം വരുന്നില്ല. എന്നാൽ സേതുവിനോടും പല്ലവിയോടും ഒക്കെ ആയിട്ട് ഇന്ദ്രൻ പറഞ്ഞത്, ഇത് അച്ചുവിനെ തട്ടിക്കൊണ്ടുവന്ന അയാളുടെ ഫോണാണ്, ഇവിടെ ഇട്ടിട്ട് പോയതാണ്. ഈ ഫോണിൽ അവസാനം വന്ന കോൾ ആരുടേതാണ് എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കോളിലോട്ട് വിളിച്ചു. എന്നിട്ട് സ്പീക്കർ ഫോണിലിട്ടു. പല്ലവിയും അച്ചുവൊക്കെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. സ്പീക്കറിലിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാൻ. അപ്പോൾ കോൾ എടുത്തു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞു. ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ തുകയെല്ലാം നിങ്ങൾ അക്കൗണ്ടിൽ വീണിരിക്കും. എന്തായാലും ഇന്നത്തോടുകൂടി സേതുവിന്റെ കളി അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് അച്ചുവിന്റെ സഹോദരിയായ ഋതുവായിരുന്നു. ഋതുവാണ് അച്ചുവിനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് പറഞ്ഞതും ഈ വിവാഹം മുടക്കാനായിട്ട് മുൻകൈ എടുത്ത് നിന്നതും ഋതുവായിരുന്നു. ഋതുവാണിത് ചെയ്തത് എന്നോ അറിഞ്ഞ ഉടനെ തന്നെ സേതുവിന് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ ഇന്ദ്രനും പറഞ്ഞു, നിനക്ക് നാണമില്ലേടാ, നീ ആരെയാണോ സ്നേഹിക്കുന്നത്, നീ സ്നേഹിക്കുന്നതും ജീവിക്കുന്നതും നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ സഹോദരങ്ങൾ തന്നെയാണ് നിന്നെ ഇപ്പൊ കൊടുക്കാൻ വേണ്ടിയിട്ടും നിന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടും നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ കളിയാക്കി. സേതുവിനും അച്ചുവിനൊക്കെ ഭയങ്കര സങ്കടം തോന്നി. അത്രത്തോളം സ്നേഹിക്കുന്ന, അതും സ്വന്തം ചേച്ചിയുടെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത ആളെ വെച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കുന്നത് ഇങ്ങനെയും ആളുകളുണ്ടോ എന്നുള്ളൊരു ചിന്തയായിരുന്നു പല്ലവിക്കൊക്കെ. അങ്ങനെ അവസാനം അവരെ എല്ലാം കഴിഞ്ഞ് ഇന്ദ്രൻ സേതുവിനെ നാണം കെടുത്തി ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ട് ഇന്ദ്രൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. അവർ നേരെ കതിർമണ്ഡപത്തിലോട്ട് പോകുവാണ്. ഈ സമയത്ത് ഋതു ഓർക്കുവാണ് താൻ എന്താണ് ചെയ്തത്. ആദ്യം തന്നെ ഋതുവിന് അറിയാം, അന്ന് ആ ഒരു വക്കീല് പറഞ്ഞിരുന്നു, അച്ചുവിന്റെ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ
സേതുവിന് ഈ വീട്ടിലെ സ്ഥാനം പോയി കിട്ടും. അങ്ങനെ സ്ഥാനം പോയി കിട്ടിക്കഴിഞ്ഞാൽ മുദ്രപത്രത്തിലുള്ള സേതുവിന്റെ ആ ഒരു ഷെയർ എല്ലാം നഷ്ടമാകുമെന്നും 20 ഷെയർ സേതുവിന്റെ പേരിലുള്ള 20 ഷെയർ നിങ്ങൾക്ക് തുല്യമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഷെയർ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും സേതുവിനെ ഇടുന്ന് അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടും അന്ന് തന്നെ ഋതു ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അച്ചു കിടന്നുറങ്ങിയപ്പോൾ, അച്ചുവും സ്വാതിയൊക്കെ കിടന്നുറങ്ങിയപ്പോൾ ഋതു ആരും കാണാതെ പതുക്കെ പോയി അച്ചുവിന്റെ ഫോണിലെ സിം എടുത്തു മാറ്റി. അപ്പോൾ ഫോണ് അവസാനമായിട്ട് ടവർ ലൊക്കേഷൻ നിരഞ്ജന മേഡം നോക്കിയപ്പോഴും ടവർ ലൊക്കേഷൻ കാണിച്ചത് പൊന്നുമടമാണെന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. അവിടെ വെച്ചാണ് അച്ചുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത്. അതിനുശേഷം പിന്നെ ആ ഫോണ് അച്ചു ശ്രദ്ധിച്ചിട്ടില്ല. രാവിലെ ആ ഒരു കാറിൽ കയറി പോകാനായിട്ടുള്ള വഴികളെല്ലാം ഒരുക്കിയത് ഋതു തന്നെയാണ്. എന്നിട്ട് ഈ ഒരു ആളെ ഡ്രൈവറിന് പൈസ കൊടുത്ത് ഋതു ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പൈസ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ പൈസ തന്നിരിക്കും. അങ്ങനെ ആ ഒരു ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം പകുതിക്ക് വെച്ച് ഈ ഡ്രൈവർ ഇറങ്ങി സംസാരിച്ചത് ഋതുവിനോടാണ്. കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ പെൺകുട്ടിയെ പൊക്കി നേരെ പോകുവാണ്. അപ്പൊ ഋതുവാണ് ആ സ്ഥലം പറഞ്ഞു കൊടുത്തത്. അവിടെ ചെന്നിട്ട് 2 മണിക്കൂർ അവിടെ തന്നെ നിന്നാൽ മതി, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ പൊന്നുമടത്തിലോട്ട് അച്ഛനെ കൊണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞത് പ്രകാരം അയാൾ ചെയ്തു. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കി ഇന്ദ്രൻ ഓവർടേക്ക് ചെയ്ത് കയറി എല്ലാം കുളമാക്കിയതാണ്. അങ്ങനെ ഋതു ഭയങ്കര സന്തോഷത്തിലാണ്. അമ്മയെ സമാധാനിപ്പിച്ചു, പൂർണിമാമയെ സമാധാനിപ്പിച്ച് അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഇതെല്ലാം സേതുവിന്റെയും പല്ലവിയുടെയും കുറ്റമാണ്, അവരാണ് കാര്യങ്ങളെല്ലാം ഒന്നും കൃത്യമായിട്ട് ചെയ്യാത്തത്, സേതു മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്തതാണ്, അവരെ ഈ ഒരു വിവാഹം നടത്തുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നൊന്നും അവർക്ക് അറിയത്തില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഋതു സംസാരിച്ചു. അങ്ങനെ ഋതു സംസാരിച്ചതിന് ശേഷം പൂർണിമയുടെ മനസ്സിലൊരു തീക്കനൽ എടുത്തിട്ടിട്ട് ഋതു പോയി. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നതിന് ശേഷം സ്വാതിക്ക് ചെറിയൊരു സംശയം തോന്നി. സ്വാതി ഋതുവിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴും അവിടെ ഋതു പറഞ്ഞത് അച്ചു എങ്ങനെ എന്ത് വരാത്തത് എന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഇതിന്റെ പിന്നില് പല്ലവിയും സേതുവും തന്നെ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ 20 ഷെയർ നമുക്ക് കിട്ടും. സേതു ഇവിടെ നിന്ന് പുറത്താകും, പിന്നെ ആ 20 ഷെയറും എനിക്കും നമുക്ക് എല്ലാവർക്കും കൂടി വീതിച്ചെടുക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ഋതു പോവാണ്. എന്നാൽ ആ സന്തോഷമെല്ലാം തല്ലിക്കെടുത്തുന്ന രീതിയിലായിരുന്നു അതിനുശേഷം നടന്ന സംഭവങ്ങൾ. അച്ചുവിന്റെ കൈ പിടിച്ച് സേതുവും പല്ലവിയും മാസായിട്ട് അമ്പലത്തിലോട്ട് കടന്നു വന്നു. എല്ലാവരും ആകാംക്ഷയായിട്ട് അച്ചു വന്നില്ലല്ലോ, വിവാഹം മുടങ്ങുമല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു സൈഡില് പൂർണിമാമയും കുടുംബവും, ഒരു സൈഡില് നിഖിലിന്റെ കുടുംബവും ഒക്കെ ആയിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അച്ചുവിന്റെ കൈയും പിടിച്ച് സേതു ആ ഒരു മണ്ഡപത്തിലേക്ക് കയറി വന്നു. മാസായിട്ട് കടന്നു വരുന്നത് കണ്ടപ്പോൾ ഋതു അവിടെ പൂർണിമയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ സ്വാതിക്കും സന്തോഷം തോന്നി. പക്ഷേ ഷോക്കായിട്ട് നിന്നത് ഋതുവായിരുന്നു. വന്നോട്ടെ എന്നിട്ട് ചോദിക്കണം, മോളെ നീ എവിടെ പോയതാ, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ എന്നെ തട്ടിക്കൊണ്ടു പോയതാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആരാ എന്റെ മോളോട് ശത്രുതയുള്ളത്, ആരാ ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ആരും സത്യം പറയാനായിട്ട് തയ്യാറായില്ലെങ്കിൽ പോലും പൈസയ്ക്കും പണത്തിനും എല്ലാത്തിനും മോഹമുള്ള ഒരാള്, രക്തബന്ധത്തിനോ ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ ഒന്നിനും ഒരു ബന്ധം കൊടുക്കാതെ ഒരു വിലയും കൊടുക്കാത്ത ആളാണ്, അങ്ങനത്തെ ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഋതുവിനെ കുത്തി നോവിച്ചുവെങ്കിൽ പോലും സത്യം തുറന്നു പറയാനായിട്ട് സേതു തയ്യാറായിരുന്നില്ല. ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക? എന്തായാലും അച്ചു തിരിച്ചു വന്നു. പക്ഷേ നിഖിലുമായിട്ടുള്ള വിവാഹം നടക്കുമോ? അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ചുവിന്റെ ജീവിതം തന്നെ തകരും. അതിന് മുന്നോടിയായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? എന്തായാലും ഹരി അച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.